F-20 അഞ്ചാം തലമുറ യുദ്ധവിമാനം ചൈന ഇതാ പാകിസ്ഥാന് കൈമാറുന്നു. അതിനുള്ള എല്ലാം ധാരണയായി. അങ്ങനെ പാകിസ്ഥാന് F-20 കൈമാറുമ്പോൾ ഒരു യുദ്ധസമാനമായ മറ്റൊരു സാഹചര്യത്തിനു കൂടി പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നു എന്ന് വേണ്ടേ കരുതാൻ. അപ്പോൾ ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനം അത്യാവശ്യമാണ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്കും എത്തി നിൽക്കുകയല്ലേ? എന്താണ് പാകിസ്ഥാനും ചൈനയും തമ്മിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ കൈമാറ്റത്തിലൂടെ സാധ്യമാക്കാൻ ഒരുങ്ങുന്നത്? അവരെല്ലാത്തിനകത്തും തയ്യാറാവുകയല്ലേ. അപ്പോൾ നമ്മള് സിന്ദൂറിന് മുമ്പും ഈ പറയുന്ന ചൈനയുമായിട്ട് വളരെ കൂടുതൽ ആയുധങ്ങൾ മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള കരാർ അല്ലെങ്കിൽ തുർക്കിയുമായിട്ട് നടത്തി. അതിന് അന്ന് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കാര്യമാണ്. അപ്പൊ അതിനുശേഷം ഇപ്പം കഴിഞ്ഞ ദിവസം ഈ വന്നല്ലോ അവരുടെ ഈ അല്ലെങ്കിൽ ആയുധം മേടിക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 45% അല്ല 18%. 18%-നകത്ത് 2.5 ലക്ഷം കോടി രൂപയ്ക്കകത്ത് ആയുധം മേടിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതെല്ലാവരും ചർച്ച ചെയ്ത്. അത് അണുവായുധ അല്ലെങ്കിൽ അത്തരത്തിൽ ആണവായുധം മേടിക്കുന്നതിന് വേണ്ടി, വിമാനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി, അന്തർവാഹിനികൾ മേടിക്കുന്നതിന് വേണ്ടി എല്ലാം ചൈനയുമായിട്ട് അത്തരത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്ന് ലോകത്തിൽ നിന്ന് സമ്പത്ത് മേടിച്ച് അല്ലെ ഭിക്ഷയെടുത്ത് ആ രാജ്യത്തെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യം ആ രാജ്യത്തിനകത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആയുധം മേടിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ഇതിനുവേണ്ടി അവിടുത്തെ ഗവൺമെന്റും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനവും ഒക്കെ തയ്യാറാണ്. പ്രതിരോധ സംവിധാനം തയ്യാറാവുന്നതിന് വേറെ പറ്റിയുണ്ട്. ഈ പകുതി പൈസ ഇപ്പൊ 2.5 ലക്ഷം കോടി രൂപ ആയുധം മേടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1.5 ലക്ഷം കോടി രൂപയെ അവന്മാർ അടിച്ചുകൊണ്ടു. കാരണം ഇതിനകത്ത് വലിയ അഴിമതി ഏറ്റവും കൂടുതൽ ഈ പട്ടാളത്തിനകത്തും അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥന്മാരും അത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്പർ 1 ആണ് ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ. ഈ പറയുന്ന ഇപ്പൊ തന്നെ മുനീർ ആയാലും കൊള്ളാം, മുനീറിന് മുമ്പ് ഇരുന്ന ഈ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഒന്നും പാകിസ്ഥാനില്ല. നീതു എല്ലാം ലണ്ടനിലും അമേരിക്കയിലും മറ്റിടത്തും മറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്പന്ന രാജ്യത്ത് വലിയ അല്ലെങ്കിൽ കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ അവരുടെ കുടുംബമായിട്ട് താമസിക്കുന്നു, ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് തൽക്കാലത്തേക്കുള്ള നമ്മൾ പറയത്തില്ല ഒരു ഷെൽട്ടർ പോലെ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ പാകിസ്ഥാനെ അങ്ങ് നശിച്ച് അല്ലെങ്കിൽ നാളെ കാലത്തെ ഈ രാജ്യം ഇല്ലാതായും അല്ലെങ്കിൽ ഇത്തരത്തിൽ മത ഭീകരവാദം വളർത്തി ടെററിസം വളർത്തി രാജ്യത്തില്ലാതാക്കുമ്പോൾ അവരുടെ കുടുംബവും അവരുടെ സംവിധാനവും അവിടുന്ന് മാറ്റി വേറെ രാജ്യങ്ങളിൽ ജീവിക്കുക അത്തരത്തിൽ. അപ്പം ഇതിനകത്ത് മാറ്റി വെച്ചിരിക്കുന്നതും വലിയൊരു വലിപ്പത്തിൽ അഴിമതി കാണിക്കുന്നതിന് വേണ്ടി കൂടെയാണ്. അതിന്റെ കൂടെ ഏതൊരവസരത്തിലും ഇന്ത്യയെ തിരിച്ചടിക്കും, സിന്ധൂരിന്റെ തിരിച്ചടിക്ക് ശേഷം വീണ്ടും ഈ പറയുന്ന അവർ മുന്നൊരുക്കം നടത്തുന്നത് അവരുടെ ആണവായുധങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അത് പ്രയോഗിക്കാൻ മാർഗമുണ്ടോ നോക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി കൂടുതൽ പൈസ ചെലവാക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അഞ്ചാം തലമുറ വിഭാഗം F-20 ഈ പറയുന്ന വലിയ വില കൊടുത്ത് മേടിക്കാനും പാകിസ്ഥാൻ തയ്യാറാകുന്നു. അത് കൊടുക്കാൻ ഈ പറയുന്നത് പോലെ ചൈന തയ്യാറായിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അഞ്ചാം തലമുറ വിമാനമില്ല. നമ്മൾ ശക്തമാണെന്ന് പറയുമ്പോൾ ഇപ്പം ശത്രു രാജ്യങ്ങൾ മേടിക്കുമ്പോൾ ഇന്ത്യക്ക് അഞ്ചാം തലമുറ വിമാനം വേണം. ആ അഞ്ചാം തലമുറ വിമാനം എന്ന് പറയുമ്പോൾ അത് മത്സരിച്ച് നിൽക്കുന്നു. ഇപ്പൊ അഞ്ചാം തലമുറ വിമാനം ഒന്നിക്കൊന്നിക്ക് മെച്ചമാണ് ഞങ്ങളുടെതെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ നിൽക്കുന്നു. റഷ്യയുടെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത Su-57 എന്ന് പറയുന്ന വിമാനം, അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന അഞ്ചാം തലമുറ വിമാനം, അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന J-20 എന്ന് പറയുന്ന അഞ്ചാം തലമുറ വിമാനം ചൈനയുടേത്. ഇവർ പരസ്പരം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ഫീച്ചേഴ്സ് നമ്മൾ ഈ പറയുന്ന പോലെ കാർ, ടാറ്റക്കാരന് ഒരു കാറ് അല്ലെങ്കിൽ മാരുതിക്കാരന് ഒരു വണ്ടി, അതേ സെയിം കാറ്റഗറി ഒരു വണ്ടി, മറ്റു വണ്ടിയൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫീച്ചേഴ്സ് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പരസ്പരം ഇത് കച്ചവടം കൂടെ ആണല്ലോ, വിമാന കച്ചവടം, ആയുധ കച്ചവടം. ഇപ്പൊ ഇവര് പറയുന്നത് അമേരിക്ക പറയുന്നത് F-35 വെല്ലാനൊന്നുമില്ല, ഞങ്ങളിത് കൊടുക്കുന്നത് വരെ പൈസ കിട്ടിയാലും വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമുള്ള രാജ്യങ്ങൾക്കേ കൊടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് അത്രയ്ക്ക് ഡിമാൻഡ് വെച്ച് നിൽക്കുന്ന വിമാനം. അല്ലെങ്കിൽ അഞ്ചാം തലമുറ F-35 വേണ്ടാമെങ്കിൽ നിങ്ങൾക്ക് F-16 ഡെവലപ്പ് ചെയ്ത് അഞ്ചാം തലമുറ വിമാനത്തിന് തുല്യമായിട്ടുള്ള F-21 എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തരാം, വേറെ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുമായിട്ട് ിരിക്കുന്ന അമേരിക്ക ആ സമയത്ത് തന്നെ ഉൾപ്പെടെയുള്ളത് തന്നിട്ട് Su-57 എന്ന് പറയുന്ന അഞ്ചാം തലമുറ വിമാനം ഇന്ത്യക്ക് തരാമായി ണോ വേണ്ടയോ അല്ലെങ്കിൽ ഏതാണ്ട് കരാർ ഏകദേശം ധാരണയാന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നിൽക്കുമ്പോൾ അപ്പം അഞ്ചാം തലമുറ വിമാനം ഇപ്പം നമ്മളുടെ മുമ്പിൽ വെച്ച അമേരിക്കയും ചൈനയുടെ കയ്യിൽ നിന്ന് മേടിക്കത്തില്ലെന്ന് അവർക്കറിയാം, റഷ്യയും
നിൽക്കുന്നു. അപ്പം സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യവും നമ്മൾക്ക് നാളെ കാലത്ത് ഈ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ഇത്തരത്തിൽ തരുന്നത് കൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർക്ക് 5ാം തലമുറ വിമാനം വരുമ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ വിമാനം അപ്പുറത്തെത്തുമ്പോൾ അതിനെക്കാട്ടിൽ മുമ്പേ അതിനെക്കാട്ടിൽ സംവിധാനത്തിൽ കരുത്തിലും കൂടുതൽ പ്രാപ്തമായിട്ടുള്ള ഒരു 5ാം തലമുറ വിമാനം നമ്മൾക്ക് വേണം. നമ്മൾ 5ാം തലമുറ വിമാനം ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അവർ ടോക്ക് പറഞ്ഞപ്പോഴത്തേനും നമ്മുടെ ടോക്കിന്റെ കീഴിൽ വന്നിട്ട് 5ാം തലമുറ വിമാനം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ളത് പോലെ ചില പ്രേക്ഷകരൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് 2030 പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്ന 5ാം തലമുറ വിമാനം. അപ്പം അതിനു മുമ്പേ തന്നെ നമ്മൾക്ക് വിമാനം വേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വിമാനത്തിന്റെ കൂടെ തന്നെ അതുപോലെ അതിന് സമാനമായിട്ട് ഹെലികോപ്റ്ററുകള് അല്ലെങ്കിൽ മറ്റ് മിസൈലുകള് അല്ലെങ്കിൽ ആന്റി ഡ്രോൺ സംവിധാനങ്ങള്, ഡ്രോൺ സംവിധാനങ്ങള് ഇതെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി റഷ്യയും ഇന്ത്യയും തമ്മിൽ വലിയ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ S-400 ശേഷം S-500 റഷ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്തിട്ടുള്ളേ ഉള്ളൂ. അതിന്റെ കൂടുതൽ വേർഷൻസും അല്ലെങ്കിൽ കൂടുതൽ പീസുകളും ഉണ്ടാക്കുന്നതിന് റഷ്യക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യയിൽ കൂടി ഇന്ത്യയുടെ കൂടെ നിന്ന് അത് നടത്താമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒക്കെയുള്ള കാര്യങ്ങളുടെ നീക്കമാണ് നടക്കുന്നത്. അതായത് F-20 എന്ന് പറയുന്ന ചൈനീസ് വിമാനം 5ാം തലമുറ വിമാനം ചൈനയിൽ എത്തുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒന്നിച്ച് റഷ്യയും ഇന്ത്യയും തമ്മിൽ അല്ലെങ്കിൽ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊക്കെ വേണം കരുതാൻ. അത്തരത്തിൽ ഉള്ള ഒരു നീക്കത്തിലേക്കാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാവുന്നത്. സർ, ചൈനയുടെ F-20യും അതേപോലെ റഷ്യ ഇന്ത്യക്ക് നൽകാൻ പോകുന്ന 5ാം തലമുറ യുദ്ധവിമാനം Su-57 ഇതിലേതാണ് സാങ്കേതികപരമായി മികച്ചത്? സാങ്കേതികപരമായിട്ട് മികച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടുപേരും പറയുന്നത് ഞങ്ങളതാ മെച്ചമെന്ന് പറയും. അപ്പം ഈ പറയുന്ന റഷ്യയുടെ 5ാം തലമുറ വിമാനം Su-57 ചോദിച്ചു കഴിഞ്ഞാൽ Su-57 ആണ് ഏറ്റവും മികച്ചത്. അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇന്ത്യക്ക് തരാമെന്ന് പറയുമ്പോൾ ഇവര് പറയുന്നത് അതിനെക്കാട്ടി മികച്ച 5ാം തലമുറ യുദ്ധവിമാനമാണ് ഈ F-20 ചൈനയുടെ കയ്യിലിരിക്കുന്നത്. അത് ഇപ്പൊ ആരുടേതാ മോശം എന്ന് ചോദിച്ചാൽ ഇത് പ്രയോഗത്തിലൂടെയാണല്ലോ മനസ്സിലാവേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അപ്പൊ ഏറ്റവും അടുത്ത സിന്ദൂരിനകത്ത് വന്ന പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് റഷ്യയുടെ സാധനമാണ് കൊള്ളാവുന്നത്. കാരണം മറ്റവൻ പ്രയോഗിച്ചത് മൊത്തവും അവിടെ ഇവിടെ ഇരുന്ന് മപ്പടിച്ച് പോവല്ലേ. മിസൈൽ ഇവിടെ വന്നു, നമുക്ക് ജീവനോടെ പിടിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം മൊത്തം കവർ ചെയ്ത് നമുക്ക് ആക്രമിക്കാൻ സാധിച്ചു. അവൻ ചൈന കൊടുത്തിരുന്നതാണല്ലോ 81% വരുന്ന മിസൈലുകളും ഡ്രോണുകളും മറ്റെങ്കിലും യുദ്ധക്കോപ്പുകളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ. അപ്പൊ അതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞ ആയുധം എന്ന് പറയുന്നത് ആരുടെ ആയുധമാണ്? റഷ്യയുടെ ആയുധമാണ്. ഇന്ത്യയുമായിട്ട് ഒന്നിച്ചു നിന്നുണ്ടാക്കിയ ബ്രഹ്മോസ അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യ ഡെവലപ്പ് എടുത്തെടുത്ത പല മിസൈലുകളാണ്, പല ആന്റി ഡ്രോണുകളാണ്, അല്ലെങ്കിൽ Su-400 എന്ന പ്രതിരോധ സംവിധാനമാണ്. ആ സംവിധാനം നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ സുദർശനാന്ന് പറഞ്ഞ് വികസിപ്പിച്ചെടുത്തു. അപ്പൊ എല്ലാത്തിനകത്തും റഷ്യയുടെ ഒരു കൈയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളുടെ ആയുധ നിർമ്മാണം സ്വയം പര്യാപ്തതയിൽ എത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട മിസൈലുകളുടെ സാങ്കേതിക വിദ്യ പരിശോധിക്കുമ്പോഴും ഇപ്പൊ തരാമെന്ന് പറയുന്ന Su-57 എന്ന് പറയുന്ന വിമാനം തരുന്നതിന് നിബന്ധന വെക്കാതെ സോഴ്സ് കോഡ് ഉൾപ്പെടെ നമുക്ക് തരാമെന്ന് പറയുമ്പോൾ റഷ്യയുടെ സാങ്കേതിക വിദ്യയല്ലേ അനുഭവിച്ചറിയുമ്പോൾ മെച്ചം. അല്ലാതെ ചൈനയുടെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന പാകിസ്ഥാൻ എന്തുകൊണ്ട് തോറ്റുപോയി? അവർ പ്രയോഗിച്ച മിസൈലുകൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് തടഞ്ഞ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തെ അതിജീവിച്ച് ഇവിടെ വരാൻ പറ്റിയില്ല? ഡ്രോണുകൾക്ക് പറ്റിയില്ല. അവരുടെ പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് നമുക്ക് തകർക്കാൻ സാധിച്ചു? അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും F-20 അല്ല മെച്ചം, Su-57 മെച്ചം. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ് എന്ന് നമുക്ക് ഏറ്റവും അവസാനത്തെ സിന്ദൂർ ഓപ്പറേഷന് ശേഷവും പറയാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് ലോകവും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഇവരുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഒരാക്രമണം നടത്തി ഇതിനെ അതിജീവിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ് തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ചൈന പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും F-20 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം ചൈന പാകിസ്ഥാന് കൈമാറാൻ ഒരുങ്ങുമ്പോൾ
പാകിസ്ഥാന്റെ ഒരു പ്രതിരോധ നിര അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള അവരുടെ മാർഗങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒന്നാണത്. പക്ഷേ 5ാം തലമുറ യുദ്ധവിമാനം റഷ്യയുടെ Su-57 കൂടി ഇന്ത്യക്ക് സോഴ്സ് കോഡോടുകൂടി റഷ്യ നൽകാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ നിര കൂടുതൽ ശക്തമാർജിക്കുകയാണ്. പാകിസ്ഥാൻ അതിൽ ഭയപ്പെടുന്നു എന്നുള്ളതും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്.